കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം അധ്യായം 6 ശ്ലോകം 23 നമ്മൾ ചെയ്തു. അതിൽ എന്താണ് പറഞ്ഞു വെച്ചാൽ, ഈ തക്ഷകനോടുകൂടി വിമാനത്തിൽ ഇന്ദ്രനും കൂടിയും താഴത്തേക്ക് ഈ സർപ്പസത്രം നടക്കണ ആ ഹോമകുണ്ടത്തിലേക്ക് വീണത് കണ്ടിട്ട് അങ്കിരസിൻ്റെ മകനായിട്ടുള്ള ബൃഹസ്പതി, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ജനമേജയൻ എന്ന രാജാവിനോട്, പരീക്ഷിതൻ്റെ മകനോടെ, സർപ്പസത്രം ചെയ്യുന്ന ആളോട് ഇപ്രകാരം പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് നിർത്തിയതല്ലേ. 24 വായിക്കാം. നൈഷത്വയാ മനുഷ്യേന്ദ്ര വധമർഹതി സർപ്പരാട്ട് അനേന പീഹിതമൃതമഥ വാ അജരാമരഹ. അങ്ങനെ കൊല്ലാൻ പറ്റില്ല. എന്താ കാരണം അറിയോ? തക്ഷകനെ മനുഷ്യേന്ദ്ര, ഹേ രാജാവേ, ജനമേജയനെ വിളിക്കുകയാണ്. ഏഷ സർപ്പരാട്ട്, ഈ സർപ്പരാജാവ് തക്ഷകൻ, ത്വയ അങ്ങയാൽ വധത്തെ എന്നർഹതി, അങ്ങയ്ക്ക് ഈ തക്ഷകനെ കൊല്ലാൻ പറ്റില്ല. എന്താ കാരണം? അനേന ഇവനാൽ അമൃതം പീതം, ഇന്ദ്രന് അമൃത് കൊടുത്തിരിക്കണു. അമൃത് കൊടുത്താൽ എന്താ മരണമില്ലല്ലോ, പിന്നെ അമരത്വമല്ലേ. അമൃതം പീതം, അമൃതപാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അഥാവാ, അതുകൊണ്ട് തന്നെ അജരാമര, ഈ തക്ഷകന് ജരയില്ല. ജര പറഞ്ഞ വയസ്സാവല്, വാർദ്ധക്യവും ഇല്ല, മരണവും ഇല്ല എന്ന്. എന്താ പറഞ്ഞ? ഹേ രാജാവേ, ഈ എന്താണ്, ഈ തക്ഷകനെ അങ്ങയ്ക്ക് കൊല്ലാൻ സാധിക്കില്ല, അല്ലെങ്കിൽ തക്ഷകൻ വധമർഹിക്കണില്ല, അങ്ങയാൽ വധമർഹിക്കണില്ല. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം അമൃതം പാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ തക്ഷകന് ജരാമരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ മരിക്കില്ലല്ലോ. നൈഷത്വയാ മനുഷ്യേന്ദ്ര വധമർഹതി സർപ്പരാട്ട് അനേന പീതം അമൃതമഥവാ അജരാമരഹ. 25. ജീവിതം മരണം ജന്തോർഗതി സ്വേനൈവ കർമ്മണ രാജം സ്തതോന്യോ നാന്യസ്യ പ്രദാതാ സുഖദുഃഖയോഹോ. ജന്തോഹോ, ജന്തുവിൻ്റെ അല്ലെങ്കിൽ പ്രാണിയുടെ ജീവിതവും മരണം, നാശവും, ഗതിഹി പുണ്യലോകം, അതായത് പരലോകത്തിലേക്കോ അല്ല നരകത്തിലേക്കോ പിന്നെ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ആ പ്രാപ്തിയും പുണ്യലോക പ്രാപ്തിയും സ്വേന കർമ്മണ ഏവ, കർമ്മം കൊണ്ട് തന്നെ, സ്വന്തം കർമ്മം കൊണ്ടാണ് നമുക്ക് മരിച്ചാലത്തെ പിന്നെ ഗതി. രാജൻ, ഹേ രാജാവേ, തഥാ അതുകൊണ്ട് അന്യന് സുഖദുഃഖയോഗോ, സുഖദുഃഖങ്ങളുടെ പ്രദാതാവായിട്ട് അന്യനില്ല. എന്താ പറഞ്ഞാൽ, എന്താ പറയണേ, എൻ്റെ അച്ഛനെ കൊന്ന ഇവനെ ഞാനും കൊല്ലും എന്നുള്ള നാട്യത്തിലാണല്ലോ ഇപ്പോൾ ജനമേജയൻ സർപ്പസത്രത്തിൽ ആവാഹിച്ചു കൊണ്ടുവന്ന് കൊല്ലാനൊക്കെ നോക്കിയത്. അത് നടക്കില്ല പറയാണ് ബൃഹസ്പതി. പറയാണ് ഏതൊരു ജീവിക്കും, ഒരു ജീവിയും എത്ര കാലം ജീവിച്ചിരിക്കണു എന്നുള്ളതും എപ്പോഴാണ് മരണം എന്നും സ്വർഗത്തിൽ പോവുമെന്നും നരകത്തിൽ പോവുമെന്നും അതൊക്കെ ഓരോ ജീവിയുടെയും കർമ്മം അനുസരിച്ചിട്ടാണ്. അവരുടെ കർമ്മഫലമാണ് അവരനുഭവിക്കുക. അല്ലാതെ ഹേ ജനമേജയ രാജാവേ, ഒരാൾക്കും വേറൊരാൾക്ക് സുഖം നൽകാനോ ദുഃഖം നൽകാനോ സാധിക്കില്ല. അവനവൻ്റെ കർമ്മം മാത്രമാണ് അവനവന് സുഖദുഃഖങ്ങൾ നൽകുന്നത്. എത്ര വളരെ നല്ലൊരു വിവരമാണ് അല്ലെങ്കിൽ ഇൻഫർമേഷനാണ് നമുക്ക് തരണത്. അതായത് കർമ്മം ഫലം മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ ആർക്കും തന്നെ സുഖം കൊടുക്കാനോ ദുഃഖം കൊടുക്കാനോ പറ്റില്ല. ഓരോരുത്തരും അനുഭവിക്കണത് ഓരോരുത്തരുടെയും കർമ്മഫലമാണ്. അതാണ് പറഞ്ഞത്. അതായത് ഇപ്പം എൻ്റെ അച്ഛനെ കൊന്നു ഞാൻ, അതുകൊണ്ട് ഇയാളെയും കൊല്ലുമെന്ന് അങ്ങ് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ അങ്ങയാൽ കൊല്ലാൻ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങയുടെ കൈകൊണ്ട് മരിക്കുള്ളൂ. അതായത് തക്ഷകൻ്റെ കർമ്മഫലം അനുഭവിക്കണത് അങ്ങയുടെ കൈ കൊണ്ടാവണം എന്നില്ല. എന്തൊക്കെയാണ് തക്ഷകൻ്റെ കർമ്മഫലം വെച്ചാൽ തക്ഷകൻ അതിനനുസരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ പൊക്കോളും. അങ്ങയ്ക്ക് അതിന് ഉത്തരവാദിത്വം എടുത്തിട്ട് വേറൊരാളെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല. കാരണം ആർക്കും സുഖവും ദുഃഖവും കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല.
അവനവൻ്റെ കർമ്മഫലം അവനവൻ അനുഭവിക്കുക അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അത് വളരെ നല്ലതായിട്ട്, അതായത് എപ്പോഴാണ് നമ്മൾ മരിക്കണം, എത്ര കാലം ജീവിക്കും, എവിടേക്ക് മരിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് പോകും, ഇതൊക്കെ ഓരോരുത്തരുടെയും അവനവൻ്റെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരാൾക്ക് ദുഃഖം കൊടുക്കാം, വേറൊരാൾക്ക് സുഖം കൊടുക്കാം എന്നൊന്നും ഒരാൾക്കും വിചാരിച്ചിട്ട് നൽകാൻ സാധിക്കില്ല. എല്ലാം സ്വസ്വ കർമ്മഫലമാണ് എന്ന് നമ്മൾക്കും അതറിയേണ്ടതാണ്, അല്ലേ? കാരണം ആർക്കും സുഖം വരുത്താനോ ദുഃഖം വരുത്താനോ നമ്മളെ കൊണ്ടാവില്ല. നമുക്ക് സുഖം വരുത്താനും ദുഃഖം വരുത്താനും നമ്മളെ കൊണ്ടാവില്ല. നമ്മൾ പണ്ട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമ്മളും ഓരോരുത്തരും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഓരോരുത്തരും അനുഭവിക്കണു. നമുക്ക് വേറൊരാൾ വരുത്തി തീർത്തതാണെന്നൊക്കെ തോന്നാം, അല്ലെങ്കിൽ വേറൊരാളൊക്കെ ഞാൻ സുഖം കൊടുത്തുവെന്നോ ഞാൻ ദുഃഖം കൊടുത്തുവെന്നോ വേറൊരാൾ വരുത്തി തീർത്താന്നൊക്കെ തോന്നാം. അത് വെറും തോന്നലാണ്, ആർക്കും ശരിക്കും പറ്റില്ല എന്ന് പറഞ്ഞു ബൃഹസ്പതി. 25 വായിച്ച് 26. ജീവിതം എനിക്ക് വളരെ ഒരു നല്ലൊരു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ തത്വം. ജീവിതം മരണം ജന്തോർഗതി സ്വേനേവ കർമ്മണ, അവനവൻ്റെ കർമ്മം. രാജം സ്തതോന്യോ നാന്യസ്യ പ്രദാത സുഖദുഃഖയോഹോ, ആർക്കും സുഖവും ദുഃഖവും കൊടുക്കാൻ പറ്റില്ല. സർപ്പചൗരാഗ്നി വിദ്യുദ്ഭ്യ ക്ഷുത്രിവ്യാധ്യാധിഭിർനൃപ പഞ്ചത്വമൃച്ഛതേ ജന്തുർഭുങ്ക്ത ആരബ്ധകർമ്മ തദ്. സർപ്പചൗരാഗ്നി വിദ്യുദ്ഭ്യ, സർപ്പം അതായത് പാമ്പ്, നാഗം, സർപ്പം, കള്ളൻ, അഗ്നി, പിന്നെ ഇടുത്തിയ എന്നിവയിൽ നിന്നും ക്ഷുത്രിഡ് വ്യാധ്യാധിപി, വിശപ്പ് വ്യാധി, ക്ഷുത്രിഡ് വ്യാധ്യാധിപിച്ചാൽ ക്ഷുത്ര വിശപ്പ് ദാഹവും, വിശപ്പ് ദാഹം വ്യാധികൾ എന്നിവ കൊണ്ടും ജന്തുഹു മീൻസ് പ്രാണികളെ എല്ലാവരും പഞ്ചത്വം നാശത്തെ ഹൃച്ഛതയെ പ്രാപിക്കുന്നു. തദ് അത് ആരബ്ധകർമ്മ ആരംഭിച്ച കർമ്മത്തെ തന്നെ ഭുങ്ക്തെ ഭുജിക്കുന്നതാകുന്നു. അതായത് പിന്നെ എന്താ പറയുക വെച്ചാൽ സർപ്പങ്ങൾ, കള്ളന്മാർ, അഗ്നി, ഇടുത്തീയ്, വിശപ്പ്, ദാഹം, പലതരത്തിലുള്ള വ്യാധികൾ, ഇതുകൊണ്ടൊക്കെ നമ്മൾ ആൾക്കാർ എല്ലാ ജന്തുക്കളും മനുഷ്യന്മാരും ഒക്കെ നശിക്കണത് നമ്മൾ കാണാം, അല്ലെങ്കിൽ സഹിക്കണതും പീഡിപ്പിക്കപ്പെടുന്നതും ഒക്കെ നമുക്ക് കാണാം. അത് ശരിയാണ്. എന്നാൽ പിന്നെ സർപ്പങ്ങളല്ല നാശത്തിന് ശരിക്കുള്ള കാരണം. പ്രാരബ്ധകർമ്മം കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് പരീക്ഷിത്തും അത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പിന്നെ കഴുത്തിൽ ആ ചത്ത പാമ്പിനെ ഇട്ടതൊക്കെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പ്രാരബ്ധകർമ്മത്താൽ പ്രേരിക്കപ്പെട്ടതായിട്ടാണ് ചെയ്തത്, പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ടാണ്. നമുക്ക് അങ്ങനെ തോന്നില്ല എന്ന് മാത്രം. ശരിക്കുള്ള കാരണം ആ ശാപോ അല്ലെങ്കിൽ തക്ഷകൻ കടിച്ചത് കൊണ്ടോ ഒന്നും മരിച്ചതല്ല. അദ്ദേഹത്തിന് ഇങ്ങനൊരു കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അത് കാരണമാണ്, പ്രാരബ്ധകർമ്മമാണ്, പ്രാരബ്ധകർമ്മം കൊണ്ടുള്ള വാസന കൊണ്ടാണ് അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു കടുങ്കൈ അരുതാത്ത കാര്യം ആ ശമീക മഹർഷിയുടെ തലയിൽ കഴുത്തിൽ ആ ചത്ത പാമ്പിനെ ഇട്ടുല്ലോ. അപ്പോഴാണല്ലോ ശമീക മഹർഷിയുടെ മകനായിട്ടുള്ള ശൃംഗി ശപിച്ചത് 7 ദിവസത്തിനുള്ള തക്ഷകൻ കടിക്കുന്നത്. അപ്പോൾ തക്ഷകൻ കാരണമൊന്നുമല്ല, ഇതൊക്കെ അവനവൻ്റെ പ്രാരബ്ധകർമ്മം കൊണ്ട് പ്രേരിതമായിട്ട് എല്ലാവരും ഓരോന്ന് ചെയ്യാണ്, എന്നിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുകയാണ്. അതാണ് അത്. എത്ര നല്ല നമുക്ക് എന്തൊരു പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യവും അതിനെപ്പറ്റി നല്ലോണം ആലോചിക്കേണ്ട കാര്യമാണ്, സംശയമില്ല, അല്ലേ? സർപ്പങ്ങളും കള്ളന്മാരും അഗ്നിയും ഇടിമിന്നലും വിശപ്പും, ഇടിമെറ്റി മരിക്കുമല്ലോ ചിലരേ. അപ്പോൾ ഇടിമിന്നൽ കൊണ്ട് മരിച്ചു എന്ന് പറയൂ. അവിടെ ആ സമയത്ത് അവിടെ ഉണ്ടാവാനാണ് പ്രാരബ്ധകർമ്മം തോന്നിപ്പിച്ചത്. അപ്പോൾ അവിടെ പോയി നിന്നു. വിശപ്പും ദാഹവും പല 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 വ്യാധികളും ഒക്കെ വരണത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആരെങ്കിലും കാരണമാണോ? ഒന്നുമല്ല. എല്ലാവരും അവനവൻ്റെ പ്രാരബ്ധ കർമ്മഫലം അനുഭവിക്കുക തന്നെയാണ്. നമ്മളാരും സ്വതന്ത്രരല്ല. നമ്മളൊക്കെ കർമ്മബന്ധനത്തിൽപ്പെട്ടവരാണ്. ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ, മോക്ഷം കിട്ടണ വരെ, എല്ലാ കർമ്മബന്ധനവും നശിക്കുന്നത് വരെ
നമ്മൾ സ്വതന്ത്രരല്ല, നമ്മൾ തീർത്തും അസ്വതന്ത്രരാണ്. കർമ്മഫലം അനുഭവിക്കുക. പക്ഷേ നമുക്ക് ചിലപ്പോൾ തോന്നും അല്ലേ, ശരിക്കും അതേട്ടോ. അപ്പോൾ അത് നമ്മൾ വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടതും അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടതും ഒക്കെ. അതായത് ഒക്കെ സ്വന്തം കർമ്മം കൊണ്ടാണ്. സുഖദുഃഖം ഒരാൾക്ക് നൽകാൻ സാധിക്കില്ല. ഈ രണ്ട് മൂന്ന് ശ്ലോകത്തിൽ പറയണത് വളരെ വളരെ പാമ്പുകളും കള്ളന്മാരും തീയും ഇടിമിന്നലും വിശപ്പും ദാഹവും രോഗവും ഒക്കെ ഓരോരുത്തർക്ക് വന്ന് നശിക്കണം നമ്മൾ കാണാണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും പ്രാരബ്ധ കർമാനുസരണം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഇനി നിർത്തൂ എന്ന് പറയും. ഇനി കണ്ടോളൂ കേട്ടോ. അതായത് പരീക്ഷിത് മഹാരാജാവിനെ അങ്ങനെ ചെയ്തത് ഈ പ്രാരബ്ധ കർമ്മ ഫലം അനുഭവിക്കാനാണ്. അദ്ദേഹത്തിന് പക്ഷെ മോക്ഷം കിട്ടാനാണ് ഒരു യോഗം ഉണ്ടായത്. അതുകൊണ്ട് അല്ലേ ഈ ഒരു ബ്രാഹ്മണ ശാപം, ശൃംഗിയുടെ ശാപം അദ്ദേഹത്തിനൊരു അനുഗ്രഹമായി. ഈ ജന്മം തന്നെ മോക്ഷം കിട്ടി അല്ലേ. സർപ്പചൗരാഗ്നി വിദ്യുദ്ഭ്യ ക്ഷുദ്രവ്യാധ്യാദിഭിർ നൃപ പഞ്ചത്വമൃച്ഛതേ ജന്തുർഭുങ്ക്ത ആരബ്ധകർമ്മ തദ് തസ്മാത് സത്രമിദം രാജൻ സംസ്ഥീയേതാഭിചാരികം സർപ്പ അനാഗസോ ദഗ്ധ ജനൈർദിഷ്ടം ഹി ഭുജ്യതേ. അതുകൊണ്ട് ഇങ്ങനെ വേറൊരാളൊക്കെ തിന്മ വരാൻ വേണ്ടി ചെയ്യണ ഈ ആഭിചാര ഹോമം നിർത്തൂ എന്ന് പറയാൻ കേട്ടോ. അതായത് തസ്മാത് അതുകൊണ്ട് രാജൻ ഹേ ജനമേജയ രാജാവേ ആഭിചാരികം ബാക്കിയുള്ളവരുടെ നാശത്തിന് കാരണം, ഇതിനാണല്ലോ ആഭിചാരം എന്ന് പറയുക. ബാക്കിയുള്ളവരെ നശിപ്പിക്കാനായിട്ട് ചെയ്യണതാണ്. ബാക്കിയുള്ളവരുടെ നാശത്തിന് കാരണമായിട്ടുള്ള ഇതം സത്രം, ഈ സർപ്പസത്രത്തിനെ സംസ്ഥീയതേ നിർത്തൂ, അതിനെ അത് ഇനി മതിയാക്കൂ, ഇനി ചെയ്യേണ്ട യാഗം. അതായത് അതിനൊരു ആ യാഗം ഇപ്പം തന്നെ നിർത്തൂ. അനാഗസഹ അപരാധികളല്ലാത്ത, അനാഗസന്മാരെ പറഞ്ഞാൽ നിരപരാധികൾ, സർപ്പഹ എത്ര സർപ്പങ്ങളെ ഇപ്പം അങ്ങ് കൊന്നു, തക്ഷകനാ കടിച്ചത്. വേറെ എത്രയോ സർപ്പങ്ങൾ സർപ്പങ്ങളെ മന്ത്രം കൊണ്ട് ആവാഹിച്ച് തീയിൽ വീഴ്ത്തി അതൊക്കെ ചത്തു. എത്രയോ സർപ്പങ്ങൾ, നിരപരാധികളായിട്ടുള്ള സർപ്പങ്ങൾ ചത്തു ഇപ്പോൾ അല്ലേ. അതാണ് പറഞ്ഞ അനാഗസഹ, അപരാധം ചെയ്യാത്ത സർപ്പഹ സർപ്പങ്ങൾ ദഗ്ധാഹ ദഹിപ്പിക്കപ്പെട്ടു, ജനൈഹി ജനങ്ങളാൽ ദിഷ്ടം കർമ്മം ഭുജ്യതേ ഭുജിക്കപ്പെടുന്നു ഹി നിശ്ചയം. അതുകൊണ്ട് എന്താ പറയണറിയോ, ഹേ ജനമേജയ രാജാവേ ഈ ആഭിചാര സത്രം വേഗം അവസാനിപ്പിക്കൂ. നിരപരാധികളായ എത്രയോ സർപ്പങ്ങൾ ഇതിനകം ദഹിപ്പിക്കപ്പെട്ടു. ആളുകളൊക്കെ അപ്പം അങ്ങയ്ക്കും അങ്ങയുടെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കുകയാണ്. അച്ഛൻ്റെ കർമ്മഫലം അനുഭവിച്ചതാണ്. നിർത്തൂ ഈ ആഭിചാര കർമ്മം, അല്ലെങ്കിൽ അങ്ങയ്ക്കും അനുഭവിക്കേണ്ടി വരും. അതാണ് പറയണത്. അത് നിർത്തിക്കോളൂ പറഞ്ഞു. തസ്മാത് സത്രമിദം രാജൻ സംസ്ഥീയേതാഭിചാരികം സർപ്പ അനാഗസോ ദഗ്ധ ജനൈർദിഷ്ടം ഹി ഭുഞ്ജതേ. എല്ലാവരും അവനവൻ്റെ കർമ്മഫലം തന്നെയാണ് അനുഭവിക്കണത്. അതുകൊണ്ട് ഇങ്ങനെ നിർത്തൂ പറഞ്ഞു. സൂതവാച 28 ഇത്യുക്ത സ തഥേത്യാഹ മഹർഷേർമാനയൻ വചഃ സർപ്പസത്രാദുപരതഃ പൂജയാമാസ വാഗ്പതിം ഇതി ഉക്ത സഹ. ഇങ്ങനെ ഇപ്രകാരം പറയപ്പെട്ട ജനമേജയ രാജാവ് മഹർഷിയുടെ വാക്കുകളെ, അതായത് ബൃഹസ്പതിയുടെ മാനയൻ അതിനെ ആദരിച്ചിട്ട് തഥാ ഇതി ആഹ ശരി അപ്രകാരം ആവാം എന്ന് പറഞ്ഞു. സർപ്പസത്രത്തിൽ നിന്ന് ഉപരമിച്ചു, മീൻസ് അവസാനിപ്പിച്ചു സർപ്പസത്രം. വാഗ്പതി ബൃഹസ്പതിയെ പൂജയാമാസ, ബൃഹസ്പതിയെ പൂജിച്ചു. അതായത് ബൃഹസ്പതി പറഞ്ഞപ്പോൾ ജനമേജയൻ ഒട്ടും അതിന് മടി കാണിച്ചില്ല. വളരെ ആദരവോടുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളെ സ്വീകരിച്ച് അപ്പം തന്നെ സർപ്പസത്രം നിർത്തി ബൃഹസ്പതിയെ വന്ദിച്ചു. സൂതവാച ഇത്യുക്ത സ തഥേത്യാഹ മഹർഷേർമാനയൻ വചഃ സർപ്പസത്രാദ് ഉപരതഃ പൂജയാമാസ വാഗ്പതി. 29 സൈഷാ വിഷ്ണോർ മഹാമായ ബാധ്യയാലക്ഷണായയാ മുഹ്യന്ത്യസ്യൈവ ആത്മഭൂത ഭൂതേഷു ഗുണവൃത്തിഭിഃ അബാധ്യയായയാ. നശിപ്പിക്കാൻ പറ്റാത്തതായ ഏതൊന്നിനാൽ അസ്യ ഏവ ഇവൻ്റെ തന്നെ ആത്മഭൂതാഹ അംശമായവർ ഗുണവൃത്തികളാൽ ഭൂതേഷു ഭൂതങ്ങളിൽ മുഹ്യന്തി മോഹിക്കുന്നു. അലക്ഷണാസ
ലക്ഷണത്തിന് അതീതമായ അത് വിഷ്ണോഹോ വിഷ്ണുവിൻ്റെ മഹാമായ തന്നെയാകുന്നു. എന്താ പറഞ്ഞ സൂതൻ? ബൃഹസ്പതി, അതായത് ആർക്കും ജയിക്കാൻ കഴിയാത്തതും നിർവചിക്കാൻ കഴിയാത്തതും ആയ ഏതൊരു മായാശക്തിയാൽ, അല്ലേ, മായ അനിർവചനീയാണല്ലോ, വാക്കുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അത് വളരെ ദുസ്തരാണ് കടക്കാനും മായ, അല്ലേ, ജയിക്കാൻ വളരെ വിഷമമുള്ളതും അനിർവചനീയവുമായ ഏതൊരു ശക്തി അല്ലെങ്കിൽ മായ എന്ന ശക്തിയാൽ മോഹിതരായിട്ട് ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ഈ കണ്ട പ്രാണികൾ മുഴുവൻ ഈ മായയ്ക്ക് അധീനരായിട്ട് മായയിലത്തെ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അധീനരായിട്ട്, അപ്പോഴാണല്ലോ രജോ ഗുണമൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ കാമം ക്രോധമൊക്കെ, അധീനരായിട്ട് മറ്റു പ്രാണികളെ ഹിംസിക്കുന്നുവോ അതും വിഷ്ണുവിൻ്റെ മഹാമായ തന്നെയാണ് എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെ തോന്നണതും ആൾക്കാരെയൊക്കെ സത്വരജസ്തമോ ഗുണങ്ങളൊക്കെ അധികമായിട്ട് ഇങ്ങനെയെല്ലാം ഉണ്ടാവണതൊക്കെ ഭഗവാന്റെ മായയിലത്തെ എങ്ങനത്തെ മായ? ദുസ്തരം, കടക്കാൻ വിഷമമുള്ളതും അനിർവചനീയവുമായ ആ മായ കൊണ്ട് മോഹിതരായിട്ടാണ് എല്ലാവരും ആ മായയിൽ തന്നെ സത്വരജസ്തമോ ഗുണങ്ങളാൽ പ്രേരിതരായിട്ട് കാമക്രോധ ലോഭമോഹാദികൾ കൊണ്ട് എന്ത് ചെയ്യണു? ഈ ഇതിനൊക്കെ അധീനരായിട്ട് മറ്റു പ്രാണികളെയൊക്കെ ഹിംസിക്കുന്നു, അല്ലേ? അതിന് കാരണം എന്താ? ഈ ഭഗവാന്റെ മായ കൊണ്ടാണ് അതൊക്കെ ഉണ്ടാവണമെന്ന് പറയാണ്. മായയ്ക്ക് അതീതമായിട്ട് പോയവർക്ക് ഒന്നും ഇങ്ങനെ ചെയ്യാനൊന്നും അത്ര അത്ഭുതമാണല്ലേ. ഭഗവാന്റെ തന്നെ ശക്തിയായിട്ടുള്ള മായ കൊണ്ട് മോഹിതരായിട്ടാണ് ഭഗവാന്റെ തന്നെ അംശങ്ങളായിട്ടുള്ള, എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ തന്നെയാണല്ലോ അന്തര്യാമി. അപ്പം ഭഗവാന്റെ ശക്തി തന്നെ ആയിട്ടുള്ള മായയാൽ മോഹിതരായിട്ടാണ് ഭഗവാന്റെ തന്നെ അംശങ്ങളായിട്ടുള്ള ഈ പ്രാണികൾ തമ്മിൽ പരോപദ്രവം ചെയ്യണതൊക്കെ ഈ മായ കൊണ്ട് മോഹിതരായിട്ട് തന്നെയാണ് രാജാവേ എന്ന് പറഞ്ഞു, അല്ലേ? ഇനി സൈഷാ വിഷ്ണോർ മഹാമായ ബാധ്യയാലക്ഷണായയാ മുഹ്യന്ത്യസ്യൈവ ആത്മഭൂതാ ഭൂതേഷു ഗുണവൃത്തിഭിः. മഹാവിഷ്ണുവിൻ്റെ മായ തന്നെയാണ്. ആ മായയെ കടക്കണമെങ്കിൽ, അതാണ് ഭാഗവതം പറയണത്, ആ മായയെ നമുക്ക് ജയിക്കണമെങ്കിൽ ഭഗവത് ഭക്തി കൊണ്ട് മാത്രമല്ലാതെ മറ്റൊന്നുകൊണ്ടും ജയിക്കാൻ പറ്റില്ല. മാത്രമല്ല അത് ഇന്ന തരത്തിലാണ് ഈ മായ നമ്മളെ അഫക്റ്റ് ചെയ്യാമെന്നും പറയാൻ പറ്റില്ലേ. ഭഗവാന്റെ തന്നെ അംശമാണ് നമ്മളൊക്കെ. നമ്മളെ മായ മോഹിപ്പിക്കുന്നു, ഭഗവാന്റെ തന്നെ ശക്തിയാണ് മായയും, അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പരപീഡനമൊക്കെ എല്ലാവരും ചെയ്യണത്. അപ്പോൾ നമ്മൾ ദൈവമഹാത്മ്യത്തിൽ പറയണത് ബാലകൃഷ്ണൻ നായർ സാറ്, ബാലകൃഷ്ണൻ നായർ സാറല്ല, പണ്ഡിറ്റ് ഗോപാലൻ നായർ, അത് ആ ദൈവമഹാത്മ്യത്തിലത്തെ ആ ഇതന്നെ പറയുന്നുണ്ട്. എന്താ അറിയോ? ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. നമ്മളെ ബലാൽ ആ മായയ്ക്ക് അധീനാക്കുകയാണ്. എന്താ ചെയ്യല്ലേ ഈശ്വര? ആ മായയെ കടക്കാൻ ഒരു വഴിയുള്ളൂ എന്നാണ് ഭാഗവതം പറയണ. ഭഗവത് സ്മരണം കൊണ്ടും ഭഗവാനെയുള്ള ഭക്തി കൊണ്ടും നമുക്ക് മായയ്ക്ക് അപ്പുറത്ത് പോവാം, മായയ്ക്ക് അതീതമായിട്ട് പോവാം. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നയത്ര ദംഭീത്യഭയാ വിരാജിത മായാത്മവാദേ സകൃതാത്മവാദിഭിः അസകൃതാത്മവാദിഭിः യദ്വിവാദോ വിവിധസ്തദാശ്രയോ മനശ്ച സങ്കല്പവികൽപ്പവൃത്തിയത് യത്ര. ഏതൊരാളിൽ അയം ദംഭി ഇതി, ഇവൻ കപടം ഉള്ളവൻ എന്ന് അസകൃത് പലപ്പോഴും തോന്നുന്നുവോ, തത്ര മായ, അവനിൽ മായ ആത്മവാദിഭി, ആത്മവാദികളാൽ ആത്മവാദം ചെയ്യപ്പെട്ടപ്പോൾ അഭയ, ഭയമില്ലാതെ ന വിരാജിത, വിശേഷമായിട്ട് പ്രകാശിക്കുന്നില്ല. യദ്, യാതൊരുവനിൽ തദാശ്രയ, മായയ്ക്ക് ആശ്രയമായ വിവാദ എന്ന വിവാദം ഇല്ലയോ, തസ്മിൻ മായ ന, അവനിൽ മായ പ്രകാശിക്കുന്നില്ല, അല്ലെങ്കിൽ മായ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. യദ്, യാതൊന്ന് സങ്കല്പ വികൽപ്പ വൃത്തി, സങ്കല്പവും വികല്പവുമാകുന്ന വൃത്തിയോടുകൂടിയതോ, തത് മനഃ ച, ആ മനസ്സും, എത്ര എന്ന
യാതൊരു ഇല്ലയോ തസ്മിൻ മായ അവനിൽ മായ ഇല്ല. മനസ്സടങ്ങിയാൽ നമുക്ക് മായയ്ക്കപ്പുറം പോകുന്ന. അപ്പം എന്താണ് എന്തിന് പറഞ്ഞു വെച്ചാൽ ഈ നമ്മൾ ആത്മാവല്ല, ഞാൻ ദേഹമാണെന്ന് ആർക്കാണ് തോന്നണത്? അവനിലാണ് മായ പ്രവേശിക്കണത്. നമ്മളുടെ കുഴപ്പം കൊണ്ട് തന്നെ എന്താ അറിയാം, നമ്മളൊക്കെ ഞാൻ ആത്മാവാന്ന് മറന്നിട്ട് ആത്മവിസ്മൃതിയാണ് നമുക്കേ. എന്നിട്ട് നമ്മൾ ഈ ദേഹമാണെന്ന് അഭിമാനിക്കുമ്പോഴാണ് മായ നമ്മളെ പിടികൂടണമെന്നാണ് പറയണത്. എപ്പോഴാണ് നമുക്ക് ആത്മവിസ്മൃതി ഉണ്ടായിട്ട് നമ്മൾ ദേഹാഭിമാനികളാവണ, അപ്പം മായ നമ്മളിൽ പ്രവേശിക്കണു, അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കണു. അതായത് നമ്മളപ്പോൾ തത്വചിന്തനം ചെയ്തിട്ട്, ആത്മചിന്ത കൊണ്ട് നമ്മൾ ആത്മാവിനെ അറിയാൻ ശ്രമിച്ചാൽ പതുക്കെ ഈ വികല്പാത്മകമായ മനസ്സ് പതുക്കെ അടങ്ങും. അങ്ങനെ സങ്കല്പവും വികല്പങ്ങളും അടങ്ങണ മനസ്സ് അടങ്ങിയാൽ പിന്നെ മായയ്ക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ആത്മവിസ്മൃതി, അതായത് ഞാൻ ആത്മാവാണെന്ന് മറന്നിട്ട് നമ്മളെപ്പോഴാണ് ഞാൻ ദേഹമാണെന്ന് അഭിമാനിക്കണത്, അപ്പം നമുക്ക് മായ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ മായയ്ക്ക് അധീനരാവും. കാരണം നമ്മൾ ഈ ശരീരമാണെന്നാണ് വിചാരിക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്കും ഇതുള്ള എല്ലാ രജസ്തമോ ഗുണങ്ങളൊക്കെ നമുക്ക് അപ്പം ഉണ്ടാവും. നേരെ തിരിച്ച് നമ്മളെ ഈ എന്താണ് ആത്മചിന്തനം കൊണ്ട് തത്വവിചാരം ചെയ്തിട്ട് നമ്മൾ ആത്മാവിനെ അറിയാൻ ശ്രമിച്ചിട്ട് നമുക്ക് പതുക്കെ മനസ്സിലത്തെ മനസ്സ് പരിശുദ്ധമാണെന്നർത്ഥം. മനസ്സിലത്തെ സങ്കല്പ വികല്പങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് മനസ്സ് എപ്പോൾ അടങ്ങണോ അപ്പം പിന്നെ മായയ്ക്ക് നമ്മളെ, അതിൻ്റെ അർത്ഥം എന്താ, മനസ്സടങ്ങിയാൽ നമ്മൾക്ക് ശരിക്കും നമ്മൾ ആത്മാവാണ് എന്ന ബോധം ഉദിക്കും. അങ്ങനെ നമുക്ക് ആത്മാവ് ആണ് ഞാൻ എപ്പോൾ അനുഭവമാവണോ മായയ്ക്ക് നമ്മളെ തൊടാൻ പറ്റില്ല. അതാണപ്പോൾ ഇതിൽ പറഞ്ഞത്. എപ്പോഴും നമ്മൾ ഭഗവാനാണല്ലോ നമ്മുടെ ഉള്ളിലിരിക്കണം. ആ ഭഗവാനെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ സ്വസ്വരൂപത്തിനെ അർത്ഥം, നമ്മുടെ സ്വസ്വരൂപം പരമാത്മാവായിട്ടുള്ള ഭഗവാൻ, ആ സ്വസ്വരൂപത്തിനെ അറിയാനായിട്ട് നമ്മളെപ്പോഴും ഈശ്വര ചിന്തനവും തത്വ വിചാരവും ഒക്കെ ചെയ്താൽ പിന്നെ നമ്മളുടെ മനസ്സ് പരിശുദ്ധമാവും. അപ്പം നമുക്ക് ദേഹേന്ദ്രിയാദികളിൽ അഭിമാനം ഇല്ലാതെയാവും. അപ്പം മനസ്സടങ്ങും. അപ്പം പിന്നെ മായയ്ക്ക് നമ്മളെ ഒരിക്കലും പ്രവേശിക്കാൻ പറ്റില്ല. നമ്മളെ നേരെ തിരിച്ചോ, അതുപോലെ നമ്മൾ പണ്ട് പറഞ്ഞ ഉദാഹരണം തന്നെ ഈശ്വരൻ, ജീവൻ, ജഗത്ത്. ഈ ജീവൻ ഈശ്വരനിൽ നിന്ന്, ഇടത്ത ഭാഗത്ത് ഈശ്വരൻ, നടുക്ക് ജീവൻ, ഇവിടെ ജഗത്ത്. എപ്പോഴാണ് ജീവൻ ഈ ജഗത്ത് അല്ലെങ്കിൽ ദേഹത്തിലേക്ക് അങ്ങോട്ട് മൂവ് ചെയ്യണം, ഞാൻ ദേഹമാണെന്ന് വിചാരിച്ച് ദേഹത്തിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യണത്? ദേഹം ജഗത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ജഗത്തിലേക്ക് എപ്പോഴാണ് മൂവ് ചെയ്യണത്? ഈശ്വരനിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്പമായ നമ്മളിൽ പ്രവേശിക്കും. നേരെ തിരിച്ച് നമ്മുടെ അന്തര്യാമിയായിട്ടുള്ള സ്വസ്വരൂപമായിട്ടുള്ള ഭഗവാനെ അറിയാൻ ഈശ്വരൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് നീങ്ങും തോറും മായയ്ക്ക് നമ്മളെ അടുത്തേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം കുറഞ്ഞു വരും. നമ്മൾ ഈശ്വരനിൽ നിന്ന് അകലും തോറും മായയ്ക്ക് നമ്മളിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിക്കൂടി വരും. അതാണെന്നിൽ പറയണത്. ആത്മവിസ്മൃതി ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ ആരിലൊക്കെയാണ് മായാഗുണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഈ കാമക്രോധ ലോഭമതമോഹങ്ങളൊക്കെ ഉണ്ടാവണത് മായ കാരണമാണുള്ളത്. എന്നിട്ടാണ് നമുക്ക് വല്ലാത്ത സങ്കല്പ വികല്പങ്ങൾ മനസ്സിലുണ്ടാവണതേ. അതുള്ളിടത്തോളം കാലം മായയ്ക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ എപ്പോഴാണ് അതൊക്കെ നിൽക്കണത്? നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും തോറും, ഭഗവാനെ അറിയാൻ ശ്രമിക്കും തോറും മായയ്ക്ക് നമ്മളെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ മായയ്ക്ക് നമ്മളെ അകത്തേക്ക് കിടക്കാം. നമ്മൾ ഭഗവാന്റെ നല്ലോണം അടുത്തെത്തിയ മായയ്ക്ക് അങ്ങനെ ഭഗവാനെ ആത്മാവാണ് ഞാൻ അനുഭവമായ പിന്നെ മായയ്ക്ക് അവിടേക്ക് പ്രവേശനം തന്നെ ഇല്ലയെന്ന്. അതാണ് പറയണത്.
അതായത് ഈ മനസ്സിൽ സങ്കല്പ വികല്പങ്ങൾക്കൊക്കെ കാരണം ഈ മായയിലത്തെ ഗുണങ്ങളാണ്. അപ്പം നമ്മൾ ആ ഗുണങ്ങൾക്ക് അതീതനായ ഭഗവാനെ തന്നെ നമ്മൾ പിന്നെ എന്താ പറയുക, എപ്പോഴും സ്മരിക്കുകയും എപ്പോഴും ഭജിക്കുകയും ചെയ്താൽ നമുക്ക് ഈ സങ്കല്പങ്ങൾ ഇല്ലാണ്ടാവും. അതാണ് പിന്നെ പിന്നെ ബ്രഹ്മസ്തുതിയിൽ പറയുന്നുണ്ടല്ലോ, അത് തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യൻ മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗദ്ഗുരും വിലജ്ജമാനയാ യസ്യ സ്ഥാതുമീക്ഷാപഥേ മുയാ വിമോഹിത വികർത്തന്തേ മോഹമിതി നിർത്തിയ. ബ്രഹ്മസ്തുതിയിലെ അതായത് ഭഗവാന്റെ ശരിക്കുള്ള തത്വം അറിയാത്തവരെയാണ് മായ ബാധിക്കണത്. ഇപ്പോൾ പരീക്ഷത്തിന് ശരിക്കുള്ള തത്വം അറിഞ്ഞപ്പോൾ പിന്നെ പരീക്ഷത്തിന് ദേഹം ഉണ്ടെന്നും കൂടി ബോധ്യം ഉണ്ടായില്ല. തക്ഷകൻ വന്നതും കടിച്ചതും ഒന്നും ഒരു പ്രശ്നമായില്ല അല്ലേ. അപ്പം നമുക്ക് 30 വായിച്ചിവിടെ നിർത്താം. നയത്ര ദംഭീത്യഭയാ വിരാജിത മായാത്മവാദേ അസകൃത് ആത്മവാദിഭി യദ് വിവാദോ വിവിധസ്തദാശ്രയോ മനശ്ച സങ്കല്പ വികല്പവൃത്തി യദ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എത്ര നന്നായിട്ട് പറഞ്ഞൊന്നുമല്ലേ 30-ല്. അതായത് നമ്മൾ തെറ്റായിട്ടുള്ള വിചാരമാണ് നമ്മൾ ദേഹാന്നേ. എപ്പോഴാണ് നമ്മൾ ശരിക്കും ആത്മാവാണ് അത് മറന്നിട്ട് നമ്മൾ തെറ്റായിട്ട് ഈ ദേഹമാണെന്ന് ഞാൻ വിചാരിക്കണേ, അപ്പോഴാണ് ഈ മായ നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണത്. ആ മായയെ ആശ്രയിച്ചിട്ടാണ് മനസ്സിലത്തെ സകല സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാവണതും. അതില്ലാതെ ആയാലോ പിന്നെ ആ പരമാത്മാവ് തെളിഞ്ഞ് പ്രകാശിക്കും. ഇനി നമുക്ക് 31 നാളെ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.